അത് മാത്രമല്ല, ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചാനലിന്റെ നല്ല പേരിനെ അത് ബാധിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് ചെയ്തതല്ല. പിന്നെ നീ എന്തോർത്തിട്ട് ചെയ്തതാ ഇത്? നിന്റെ സ്വന്തം വീടിന് തന്നെ എന്തിനാ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്ത അഷി? മുത്തശ്ശി, പൂർണിമയെ കാണാനില്ലല്ലോ. പൂർണിമ രാവിലെ തന്നെ മിനിസ്റ്ററെ കാണാൻ പോയിട്ടുണ്ടാവും. അതെന്താ വെളുപ്പിനെ തന്നെ മീറ്റിംഗ്? അതൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ്. മിനിസ്റ്ററുടെ സൗകര്യം നോക്കി രാവിലെ നേരത്തെ വെച്ചാണ്. ഓ, പൂർണിമ ചേച്ചിയുടെ കാറ് പുറത്ത് തന്നെ ഉണ്ടല്ലോ. പിന്നിങ്ങനെ ചേച്ചി പോയത്? അതെ, ആ. അത് ശരിയാണല്ലോ. അപ്പൊ പൂർണിമ പോയില്ലേ? അതെന്ത് പറ്റി? ഇന്ന് മിനിസ്റ്ററെ കാണാൻ പറ്റില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. പൂർണിമ, മോളെ മോളെ പൂർണിമേ, കഥ തുറക്ക്. പൂർണിമേ, പൂർണിമ മോളെ. പൂർണിമ, മോളെ. ഗുഡ് മോർണിംഗ് ചെറിയച്ച. ഇതെന്താ രാവിലെ തന്നെ? മോളെ, നീ സമയം നോക്കിയേ. എന്റെ ദൈവമേ, 9 മണിയായല്ലോ. എന്താ മോളെ ഇത്? നിനക്കിത് എന്താ പറ്റിയേ? ഇന്നത്തെ മീറ്റിംഗ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇല്ല ചെറിയച്ച, ഞാൻ അലാറം വെച്ചിട്ടാ കിടന്നത്. പക്ഷേ ഇതാരോ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഫോണിന്റെ സൗണ്ടും സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആയിരുന്നോ? അതെ, നമ്മുടെ ചാനലിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു അത്. ഞാൻ 4 മണിക്ക് അലാറം വെച്ചിരുന്നതാ. എനിക്കത് ഉറപ്പാ ചെറിയമ്മേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മിനിസ്റ്ററേയും മറ്റും പറഞ്ഞ് എങ്ങനെ കൺവിൻസ് ചെയ്യും? ഇനിയിപ്പോ ടെൻഷനായിട്ട് എന്താ കാര്യം? നോ അല്ല ചെറിയമ്മേ, ഞാൻ അലാറം വെച്ചു എന്നുള്ളത് ഉറപ്പാ. പക്ഷെ പിന്നെ ഇത് എങ്ങനെ ഓഫായി എന്നുള്ളത് അറിയാൻ വയ്യ. ഈ റൂമിൽ വന്നിട്ട് ആരലാറം ഓഫ് ചെയ്യാനാ? നിനക്ക് തെറ്റ് പറ്റിയതാവും. ഇല്ല ചെറിയമ്മേ, ഇത് ആരോ മാറ്റി വെച്ചത് തന്നെയാ. എനിക്ക് ഉറപ്പാ. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ വരില്ല. അതെ, മാറ്റിവെച്ചത് ഞാൻ തന്നെയാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണിമേ? എന്താ വരാൻ പറഞ്ഞ വന്നോളാം. വാ ഇങ്ങോട്ട്. നീ എന്തിനാടി എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അഷി, നീ എന്തിനാ അങ്ങനെ ചെയ്ത്? എന്ത്? പൂർണിമ ചേച്ചിയുടെ അലാറം നീ എന്തിനാ ഓഫ് ചെയ്ത് വെച്ചത്? നിനക്ക് വട്ടാണോ ദുർഗെ? പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് എന്തിനാ വിളിച്ചു പറയുന്നേ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അവരുടെ അലാറം ഓഫ് ആക്കുന്നേ? അഷി വേണ്ട, നീ അഭിനയിക്കണ്ട. കൂടുതൽ നാടകം കളിച്ചാലേ എന്റെ കൈയുടെ ചൂട് നീ അറിയും. നിന്റെ ഈ അഭിനയം കണ്ട എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഈ വീട്ടിൽ ആരൊക്കെ നിന്നെ വിശ്വസിച്ചാലും ശരി, ഞാൻ നിന്നെ വിശ്വസിക്കില്ല. ഇന്നലെ രാത്രി ചേച്ചിയുടെ റൂമിന്റെ പരിസരത്ത് കൂടി നീ നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പോഴേ എനിക്ക് തോന്നിയതാ നീ എന്തോ കള്ളത്തിലൊപ്പിക്കുമായിരുന്നു എന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നീ
എന്തിനാ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നേ? ദേശി, നീ ഈ വീട്ടിലെ മരുമകളാ, അത് മറക്കരുത്. അപ്പൊ നീയാണല്ലേ ഇതിന്റെയൊക്കെ പിന്നില്? പറയഷി, നീയാണോ അത് ചെയ്തേ? ചോദിച്ചതിന് ഉത്തരം പറയാൻ. നീയാണോ അത് ചെയ്തേ? അതെ, ഞാൻ തന്നെയാ ചെയ്തേ. എന്താ അശ്വിത ഇത്? നീ കാരണം എത്ര വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്ന അറിയോ? ആ മീറ്റിംഗിന് പോവാത്തോണ്ട് ഇന്ന് നമുക്ക് ആ പ്രോജക്റ്റ് നഷ്ടമായി. അത് മാത്രമല്ല, ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചാനലിന്റെ നല്ല പേരിനെ അത് ബാധിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് ചെയ്തതല്ല. പിന്നെ നീ എന്തോർത്തിട്ട് ചെയ്തതാ ഇത്? നിന്റെ സ്വന്തം വീടിന് തന്നെ എന്തിനാ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്ത അഷി? ഞാൻ വേറെ ഒന്നും ഓർത്തല്ല. ചേച്ചി സമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച അലാറം ഞാൻ ഓഫ് ചെയ്തേ. അതുകൊണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ചേച്ചി. ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലും ചെയ്യുമ്പോ അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണ്ടേ? ദേ, ദുർഗ കേട്ടില്ലേ? അശ്വി മനഃപൂർവ്വം ആർക്കും ദ്രോഹം ചെയ്യാൻ വേണ്ടി അങ്ങനെയൊന്നും ചെയ്തതല്ല. അറിയാതെ പറ്റിപ്പോയതാ. അതിന് ഇത്ര വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അതെ, അശ്വിതെ മോശക്കാരിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ ഇഷ്യൂ വലുതാക്കിയതാ. എപ്പോഴും ഈ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അതുകൊണ്ടാ എനിക്കിങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റുന്നേ. എനിക്കും എന്തെങ്കിലും ഒരു ജോലി തന്നാ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ ചേച്ചി. എടി മിടുക്കി, അപ്പൊ ഇതിനാണല്ലേ ഈ നാടകം? നീ എന്റെ മരുമകള് തന്നെയാ, എനിക്ക് യോജിച്ച മരുമകൾ. അത് ശരിയാ പൂർണിമേ. വെറുതെ വീട്ടിലിരുന്ന് അശ്വിത ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുക. ഇവളും പഠിച്ച കുട്ടിയല്ലേ. നമ്മുടെ ഓഫീസിൽ തന്നെ ഇവക്കും എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്ക്. അങ്ങനെയെങ്കിലും അശ്വിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാവട്ടെ. എന്താ മോളെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട നീയാ. നീ എന്ത് തീരുമാനിച്ചാലും അത് ശരിയായിരിക്കും. ശരി, നാളെ മുതൽ നീ ഓഫീസിൽ വന്നോ.